നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. 2001 മാർച്ച് 14 ആ ദിവസം ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം സവിശേഷമായ ഒരു ദിവസമാണ്. കാരണം ആ ദിവസമാണ് കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു മഹാത്ഭുതം സംഭവിക്കുന്നത്. ഒരു മിറാക്കിൾ ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ് എന്ന് തന്നെ പറയാവുന്ന ഒരു ദിവസം. ഓസ്ട്രേലിയക്കെതിരായ ഇന്ത്യയിൽ നടക്കുന്ന പരമ്പരയിലെ രണ്ടാമത്തെ ടെസ്റ്റ്, അതിൻ്റെ 4ാമത്തെ ദിവസമായിരുന്നു 2001 മാർച്ച് 14. അന്ന് ആദ്യ ടെസ്റ്റ് വലിയ മാർജിനിൽ ഇന്ത്യ തോറ്റു. 3 ടെസ്റ്റുകളുടെ പരമ്പരയാണ്. രണ്ടാമത്തെ ടെസ്റ്റിൽ 4ാമത്തെ ദിവസം ഇന്ത്യ അടുത്തൊരു തോൽവിയെ തുറിച്ചു നോക്കുന്നു. രണ്ടാമത്തെ ഇന്നിങ്സിൽ ഇന്ത്യ 4 വിക്കറ്റ് നഷ്ടത്തിൽ 254 റൺ എടുത്ത് നിൽക്കുന്നു. ആദ്യ ഇന്നിങ്സിൽ 234 റണ്ണിൻ്റെ ലീഡാണ് ഓസ്ട്രേലിയക്ക് വഴങ്ങിയിരുന്നത്. അപ്പോൾ 4ാമത്തെ ദിവസം കളി തുടങ്ങുമ്പോൾ 254 4 എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ്ലി 20 റണ്ണിന് 4 വിക്കറ്റ് എന്ന അവസ്ഥയിലാണ്. തോൽവി ഉറപ്പാണ്. കളിക്കുന്നത് ക്രീസിലുള്ളത് VVS ലക്ഷ്മണും രാഹുൽ ദ്രാവിഡും. VVS ലക്ഷ്മൺ 109 റണ്ണുമായും രാഹുൽ ദ്രാവിഡ് 7 റണ്ണുമായും ആണ് അന്ന് കളി പുനരാരംഭിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് നടന്നത് ചരിത്രം. അന്ന് ആ ദിവസം മുഴുവൻ, 4ാമത്തെ ദിവസം മുഴുവൻ ബാറ്റ് ചെയ്യുന്നു ഇവർ രണ്ടുപേരും, ലക്ഷ്മണും ദ്രാവിഡും. ലക്ഷ്മൺ ആ ദിവസം കളി അവസാനിപ്പിക്കുന്നത് 275 നോട്ട് ഔട്ടിലാണ്. ദ്രാവിഡ് ആകട്ടെ 155 നോട്ട് ഔട്ടിലും. 109 തുടങ്ങിയ ഇന്നിങ്സാണ് 275 നോട്ട് ഔട്ടിൽ ലക്ഷ്മൺ എത്തിയതെങ്കിൽ ദ്രാവിഡ് 7 റണ്ണിൽ തുടങ്ങിയ ഇന്നിങ്സാണ് ആ ദിവസം 155 നോട്ട് ഔട്ടിൽ അവസാനിപ്പിക്കുന്നത്. പിന്നീട് അടുത്ത ദിവസം ലക്ഷ്മൺ 281 ഔട്ടാകുന്നു, ദ്രാവിഡ് 180 ഔട്ടാകുന്നു. ഇരുവരും ചേർന്ന് 376 റണ്ണിൻ്റെ പാർട്ട്ണർഷിപ്പ്, കൂട്ടുകെട്ടാണ് ഉണ്ടാക്കിയത്. ഇന്ത്യ 657 എന്ന നിലയിൽ, 7 വിക്കറ്റിന് 657 എന്ന നിലയിൽ ഇന്നിങ്സ് ഡിക്ലെയർ ചെയ്യുന്നു. അതായത് 323 റണ്ണിൻ്റെ മുൻതൂക്കം. 324 റൺ എടുത്താലേ ഓസ്ട്രേലിയക്ക് ആ കളി ജയിക്കാൻ പറ്റുള്ളൂ. അവസാന ദിവസം ഓസ്ട്രേലിയ 212 റണ്ണിന് ഓൾ ഔട്ടാകുന്നു. എന്തൊരത്ഭുതം! ഹർഭജൻ സിംഗ്, ഇന്ത്യയുടെ ഹർഭജൻ സിംഗ് 6 വിക്കറ്റാണ് 2ാം ഇന്നിങ്സിൽ വീഴ്ത്തി ഇന്ത്യക്ക് ജയമൊരുക്കിയത്. അത്യുജ്വലമായ ജയം. ആ മഹത്തായ ഇന്നിങ്സിൻ്റെ, ആ മഹത്തായ ടെസ്റ്റിൻ്റെ 25ാം വാർഷികമാണ് കഴിഞ്ഞ 2 ദിവസം മുമ്പ് മാർച്ച് 14 ഇന്ത്യയിലെ ക്രിക്കറ്റ് ആരാധകർ ആഘോഷിച്ചത്. അവസാനം ആ ടെസ്റ്റ് പരമ്പര, ആദ്യ ടെസ്റ്റ് തോറ്റ ഇന്ത്യ ആ ടെസ്റ്റ് പരമ്പര 2-1 ഓസ്ട്രേലിയയെ തകിടം മറിച്ചുകൊണ്ട് ജയിക്കുന്നു. സൗരവ് ഗാംഗുലിയാണ് ക്യാപ്റ്റൻ. ആദ്യ ടെസ്റ്റ് ഓസ്ട്രേലിയ ജയിച്ചപ്പോൾ ഓസ്ട്രേലിയ ലോക റെക്കോർഡ് ഇട്ടു, തുടർച്ചയായി 16ാമത്തെ ജയം. പക്ഷേ 2ാമത്തെ ടെസ്റ്റിലെ ഈ മിറാക്കിൾ, സെക്കൻഡ് ഇന്നിങ്സിലെ മിറാക്കിൾ, 2ാമത്തെ ഇന്നിങ്സിലെ മിറാക്കിൾ കാരണം മറ്റൊരു ലോക റെക്കോർഡ്, തുടർച്ചയായ 17ാമത്തെ വിജയം, ഓസ്ട്രേലിയയുടെ തുടർച്ചയായ 17ാമത്തെ വിജയം ഇന്ത്യ തടുത്തിട്ടു. ഇന്ത്യ തകർത്തു, അവരുടെ മോഹങ്ങൾ തകർത്തു. അതിൻ്റെ 25ാമത്തെ വർഷമാണ് 2026 മാർച്ച് 14 ഇന്ത്യയിലെ ക്രിക്കറ്റ് ആരാധകർ ആഘോഷിച്ചത്. അത് ചരിത്രത്തിലെ എക്കാലത്തെയും, ഇന്ത്യൻ ക്രിക്കറ്റിലെ എന്നല്ല ലോക ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും മികച്ച ടെസ്റ്റായിരുന്നു. അസാധാരണമായ ടെസ്റ്റായിരുന്നു, മിറാക്കിളായിരുന്നു. ആ മിറാക്കിളിന് 25 വർഷം പൂർത്തിയായിരിക്കുന്നു.